ആദ്യത്തെ ഉമ്മ, ബീച്ചിൻ്റെ സൈഡ്, സൺസെറ്റ്. ദൈവമേ, മിന്നിച്ചേക്കണേ. അങ്കിൾ. അതെ, അങ്കിള് തന്നെ. അങ്കിൾ കോയമ്പത്തൂരിൽ പോന്നു. എഴുന്നേറ്റ് പോടാ. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം അങ്കിൾ? എഴുന്നേറ്റ് പോടി. അവന്റെ ഒരു അന്വേഷണം. ഓക്കെ ഓക്കെ, വീട്ടിൽ പോക്കെ. പോടാ, എടാ പോ. വീട്ടിൽ നിന്ന് അളിയനെയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ജീനയെ പെണ്ണ് വെച്ചു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീനയുടെ പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തുപറ്റി അങ്കിൾ? എന്തായാലും തൻ്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തൻ്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്ന ഈ കാസറ്റ്. എൻ്റെ മണ്ടത്തരത്തിനാ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എൻ്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ. എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എൻ്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS സൈക്കിളും ബീച്ചിൽ പോക്ക്, സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ. എന്നെ അങ്കിളെന്ന് ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെൻ്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ മാത്യു, പപ്പയുടെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. എന്തുപറ്റി? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എനിക്കിഷ്ടം. അതുപോലെ നാളെ തന്നെ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ മാത്യു. ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് നിൽക്ക്. എനിക്കറിയാം നിനക്കിപ്പം ജോലിയില്ല. ജോലി കിട്ടുന്നവരെ ഞാൻ വേണം നോക്കാൻ. പിന്നെ നീ സിഗരറ്റ് വലിക്കും, വെള്ളം അടിച്ച പിച്ചും പെയ്യും പറയും, ഉറക്കത്തിൽ കൂർക്കം വലിക്കും, കഷണ്ടിയാവും. ഇതൊക്കെയല്ലേ? എടീ ജീനെ, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അതല്ല നിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണത്. എൻ്റെ പപ്പ പറഞ്ഞ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഹലോ ജിനെ, ഞാൻ ചേർച്ച് റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ എന്തായാലും ജോണിൻ്റെ ഓഫീസിലേക്ക് പോവാം കാശ് മേടിക്കാൻ. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ബാക്കി നമുക്ക് വന്നിട്ട് ആലോചിക്കാം. ശരി, ഓക്കെ.